റിയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 5 ഫാക്ടുകൾ. നമ്പർ 1, കുർട്ടോ ഇസ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. ആ ഒരു വിഷയത്തിൽ വേറെ ഡിബേറ്റ് ഉണ്ടാവുന്നെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ കളികളിലും നല്ല പെർഫോമൻസ് ആണ്. ഇന്നത്തെ കളികളിലും മാരക പെർഫോമൻസ് ആണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. നമ്പർ 2, ഈവൻ ദോ റിയൽ മാഡ്രിഡ് ആ മത്സരത്തിൽ തോറ്റ് എങ്കിലും റിയൽ മാഡ്രിഡ് കളിച്ചൊരു കളിയുണ്ട്. അതായത് കഴിഞ്ഞ എൽസ ആകട്ടെ, ജിറോണ ആകട്ടെ, സെൽറ്റാവിക് ആകട്ടെ, അവരോടൊക്കെ കളിച്ചപ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊരു കളി ഉണ്ടല്ലോ, ഒരു നല്ല പെർഫോമൻസ് നടത്തിയിട്ടാണ് ടീം തോറ്റത്. ഈവൻ ദോ ടീം തോറ്റാൽ പോലും ടീമിന്റെ പെർഫോമൻസ് നല്ല അടിപൊളി സംഭവിക്കുന്നത്. നമ്പർ 3, റോഡ്രിഗോ ഈ സീസണിൽ ഇതുവരെ എന്താണ് റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാത്തത് അറിയില്ലായിരുന്നു. ചെക്ക് ഇന്നലെ കളിച്ചൊരു കളി റൈറ്റ് വിങ്ങിലുണ്ട്, ലെഫ്റ്റ് വിങ്ങിലുണ്ട്, അറ്റാക്കിംഗ് മിഡിലുണ്ട്, സെന്റർ ഫോർവേഡ് ആയിട്ടുണ്ട്. അതായത് ആ ഒരു അറ്റാക്കിംഗ് ഏരിയയിലെ എല്ലാ സ്ഥലത്തും റോഡ്രിഗോ ഉണ്ട്. അങ്ങനെ ആളൊരു ഗോൾ അടിച്ചും ചെയ്തിട്ടുണ്ട്, പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്പർ 4, സാബിയെ സാക്ക് ചെയ്യുമ്പോൾ കാര്യത്തിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടാവില്ല തന്നെയാണ്. കാരണം ടീം നല്ല പെർഫോമൻസ് നടത്തേണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേയേഴ്സിന്റെ നല്ല സപ്പോർട്ട് സാധിക്കുന്നുണ്ട്. അത് ഇന്നലെ ഇപ്പോൾ റോഡ്രിഗോ ആയാലും ബെല്ലിംഗാം ആയാലും അത് തുറന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സാബിയെ ഇനി സാക്ക് ചെയ്യുന്ന കാര്യത്തിൽ കാര്യമായിട്ട് സംശയമൊന്നും വേണ്ട, അത് ഉണ്ടാവില്ല. നമ്പർ 5, ഇന്ന് രാവിലെ ഇട്ട വീഡിയോ താഴ്ത്തു വന്നൊരു കമന്റ് ആയിരുന്നു, ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എന്നുള്ള കാര്യം. ബ്രോക്ക് വേണ്ടിയിട്ട് കുറച്ച് കണ്ടന്റ് ഞാൻ കാണിച്ചത്, കുറച്ച് വീഡിയോ കാണിച്ചത്, അത് നോക്കട്ടാ. പിന്നെ ഈ കളി കാണാതെ ഹൈലൈറ്റും കണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്സും നോക്കി വരുന്ന കുറെ എണ്ണുണ്ട്. അവരൊക്കെ ഈ സാധനം ഒന്ന് കാണും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. Rodrigo, Flanke ist super. Jetzt hat er gelandet.